ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുക. എന്തിനാണെന്നറിയോ? പഠിക്കാൻ, MBA പഠിക്കാൻ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ഇത്രയും ദിവസം. അതാണ് വ്ലോഗൊന്നും എടുക്കാൻ പറ്റാൻ ഭയങ്കര ബിസിയായിരുന്നു. പാക്കിങ്ങും കുറച്ച് ഡ്രസ്സ് വാങ്ങാനും അങ്ങനെ കുറച്ച് പാക്കിങ് ആണ്. അതാ കുറച്ച് ബിസി ആയിപ്പോയത് വ്ലോഗ് എടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷോർട്സോ വീഡിയോ എന്തെങ്കിലും ഇടായിരുന്നു, കണ്ടൻറ്റ് കിട്ടിയിരുന്നു. കുറച്ച് ബിസി ആയിപ്പോയി ഈ പാക്കിങ്ങിലൊക്കെ ആയതുകൊണ്ട്. അതാണ്. ഓക്കെ, സോറി ഗായ്സ്. അപ്പോൾ പിന്നെന്താ, അപ്പം ഞാൻ പോവാൻ നിൽക്കുകയാണ്. വൈകുന്നേരമാണ് ട്രെയിൻ. വൈകുന്നേരം 7:00 പറഞ്ഞു. 7 മണിക്ക് അവിടെ എത്തണം എന്നാ പറഞ്ഞു. 1 മണിക്കൂർ മുന്നേ അവിടെ എത്തണം എന്നാ പറഞ്ഞു. സോ അതിൻ്റെതായിട്ടുള്ള ഇത് ഫസ്റ്റ് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എന്താ പാക്കിങ് ചെയ്യുന്ന വീഡിയോ, നിങ്ങൾ പാക്ക് ചെയ്യുന്ന ആ വീഡിയോ കണ്ടില്ലല്ലോ. ഞാൻ പാക്ക് ചെയ്ത് വെച്ച ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. എൻ്റെ കൂടെ എടുത്താണ്. എൻ്റെ കൂടെ തന്നെ ഇടാം അതിൻ്റെ വീഡിയോ. പാക്ക് ചെയ്ത് 1 2 3 4 1 2 3 4 കുട്ടികളുണ്ട്. ഒരു ട്രോളി, ഒരു കവറ്, ഒരു ബാഗ്, പിന്നൊരു മറ്റേ എന്താ പറയുക സ്കൂൾ ബാഗ് പോലത്തെ സംഭവം. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട്. തുറന്നാലും അമ്മേൻ്റെ അതിന് ചീത്ത കേൾക്കും. ബ്ലാന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ കാണിച്ചത് അത്രൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇറങ്ങുന്നതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കൂടെ ഒന്ന് വിടാം. ഗുരുവായൂർ പോകുന്നില്ല. ഒന്നായിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് വാങ്ങിക്കൊടുക്കാം. നിങ്ങൾ ഷൂ വാങ്ങിക്കോളി. 500 പോരാ, അവിടെ എന്താ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ സ്റ്റുഡിയോയിലെത്തി. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. ഇവിടെ തന്നെ അമ്മേനോട് പറഞ്ഞു ഷൂ വേണം, എനിക്ക് ഷൂ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കി ഒരു ഷൂ കിട്ടി. ഇതാണ് ഷൂ. ഇങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? അത് കഴിഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി. ഭയങ്കര വലിയ സ്റ്റുഡിയോയിൽ. പിന്നെ 600, എൻ്റെ സിസ്റ്റർ 699 ഏതോ ഒരു ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓളൊന്നും വാങ്ങിയില്ല. അതൊരു ഷൂ വാങ്ങി ഇങ്ങോട്ട് പോന്നു. ഇതാണ് ഷൂ. ഞാൻ പേയ്മെൻ്റൊക്കെ ചെയ്ത് എന്നെ ഊബറിലാക്കി എന്താണ് ഞാൻ റൂമിലേക്കൊക്കെ ഉള്ള പരിപാടി നോക്കി. ഒരു ഫ്ലൈറ്റിൽ നാട്ടിൽ പോകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഞാനിവിടെ ഷൂ ഒക്കെ ഇട്ട് നോക്കി. ഓർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു, വീഡിയോയും ഫോട്ടോയൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ബാംഗ്ലൂരിലത്തെ കാഴ്ചകളും എല്ലാങ്ങളും. എനിക്ക് തീരെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വയ്യാതായിട്ടും കഷ്ടപ്പെട്ട് വ്ളോഗ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ ഇപ്പം എന്താ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. എടുത്ത് അങ്ങനെ വ്ളോഗ് എടുത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ കോൾഡും ജലദോഷമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള തെറ്റുകളോ കുറവുകളോ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ അത്ര വലിയ വ്ളോഗറൊന്നുമല്ല, ബിഗിനറാണ്. അപ്പോൾ അതിൻ്റെന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, പറഞ്ഞല്ലോ ഞാനൊരു ചെറിയൊരു ബിഗിനറായിട്ടുള്ള വ്ളോഗറാണ്. അപ്പോൾ വലിയ ഗോപ്രോയോ അങ്ങനെ തേങ്ങയില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ പോസിറ്റീവായുള്ള കാര്യങ്ങളും ഉണ്ടാവില്ലേ, നെഗറ്റീവായുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ പോസിറ്റീവായുള്ള കാര്യങ്ങളും പറയാം നിങ്ങൾക്ക്. ഓക്കെ, അതൊക്കെയാണ്. ബാംഗ്ലൂരിലെത്തി. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ വ്ളോഗ് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരെ വയ്യായിരുന്നു. എല്ലാ മാസം ആവുന്ന സംഭവം അത് ഫസ്റ്റ് ഡേയിലായി. അതാണ്
വ്ളോഗ് എടുക്കാൻ തീരെ പറ്റാത്തതിന്, അല്ലെങ്കിൽ ഞാൻ എടുക്കിയിരുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കിയിരുന്നു. തീരെ വയ്യാത്തതുകൊണ്ട് ഫസ്റ്റ് ഡേ കൊണ്ട് എല്ലാ മാസവും അതുകൊണ്ടാണ് ബർത്ത്ഡേക്കാണ്. പിന്നെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർ ഇന്നാണ് പോയത്, 11-ാം തീയതിയാണ് പോയത്. ഒരു 10-ാം തീയതി നിന്നിക്കുന്ന 9-ാം തീയതി നമ്മൾ കയറി രാത്രി. പിന്നെ അവിടെ 9-ാം തീയതി വൈകുന്നേരം ഒരു 7 ആ ടൈമിൽ ട്രെയിനിൽ കയറിയിരിക്കണം. എന്നിട്ട് രാവിലെ ഒരു 2 ദിവസമുണ്ട്. 9 മണിക്ക് 7:00 വൈകുന്നേരം 7:00 കയറിയിട്ട് 10-ാം തീയതി ട്രെയിനിൽ തന്നെയായിരുന്നു. 10-ാം തീയതി രാവിലെ എത്തി. രാവിലെ ടൈം ഒരു 7:30 8 മണി 7:50 8 മണി ആ ടൈമിൽ എത്തിക്കണം. അങ്ങനെ എത്തി. ഞങ്ങൾ റൂം എടുത്ത്, എനിക്ക് തീരെ വയ്യാന്നൊന്നും അറിയില്ല ഫസ്റ്റ് ഡേ. അങ്ങനെ ഞാനവിടെ ഞങ്ങൾ റൂമെടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വേദന ഉണ്ടായിരുന്നു. ഒരു വയറുവേദന പിന്നെ സ്റ്റമക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭേദം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ PG സെറ്റാക്കാൻ പോയി. PG സെറ്റാക്കി കുഴപ്പമില്ല, അടിപൊളി റൂമായിരുന്നു. ഞാൻ റൂം കാണിച്ചിട്ടുണ്ടെങ്കിലായിരുന്നു ആ റൂം. ഇപ്പോൾ 1 ബെഡ് ഷെയറിംഗ് ആണ്, എനിക്ക് അറിയില്ലായിരുന്നു. 3 ബെഡ് ഷെയറിംഗ് 7,500 ആയിരുന്നു. അപ്പോൾ 3 ബെഡ് ഷെയറിങ്ങിൻ്റെ എനിക്കറിയില്ലായിരുന്നു. ഒരു മാസം മുന്നേ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ടേക്കും 3 ബെഡ് ഷെയറിംഗ് കിട്ടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അറിയാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ 12,500 തരാം 1 ബെഡ് ഷെയറിങ്ങിന്, എന്നിട്ട് അടുത്ത മാസം 7,500 3 ബെഡ് ഷെയറിങ്ങിലേക്ക് മാറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഇനിയുള്ള വ്ളോഗ്സും വല്ല ഷോർട്സോ ബാംഗ്ലൂരിലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ടോ വ്ളോഗ്സായിട്ടോ ഷോർട്സായിട്ടോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗായ്സ്, ലവ് ഗായ്സ്.